നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. ഇസ്രയേലിന് ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കൻ ഇൻ്റലിജൻസുമാണ്. അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഏകദേശം 10,000-നും 15,000-നും ഇടയിൽ പുതിയ ഫൈറ്റേഴ്സ് ഹമാസിലേക്ക് ചേർന്നിട്ടുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ കണക്കുകൂട്ടൽ മൊത്തം തകർക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് അമേരിക്ക ഹമാസിനോട് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. അതായത് ആയുധം അത് താഴെ വെക്കണമെന്നായിരുന്നു ഇതിനു മുൻപ് വരെ അമേരിക്ക ഹമാസിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇനി മുതൽ അത്തരമൊരു ആവശ്യം അമേരിക്ക ഉന്നയിച്ചേക്കില്ല എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഒരു വാർത്ത സംബന്ധിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അമേരിക്ക ഇപ്പോൾ നിലപാട് മാറ്റാനായിട്ടുള്ള കാരണമായി പറയുന്നത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത് പ്രായോഗികമായി നടക്കില്ല എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളത്. ഇത് തന്നെയാണ് അമേരിക്കയുടെ നിലപാട് മാറ്റത്തിന് കാരണമെന്നാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ വരുന്നത്. ഇസ്രയേലിന് എല്ലാവിധ സപ്പോർട്ടും നൽകുന്ന അമേരിക്കയുടെ ഈ ഒരു റിപ്പോർട്ട് ഇവിടെ നിലനിൽക്കുമ്പോൾ പോലും ഇസ്രയേൽ ഇപ്പോഴും പറയുന്നത് ഹമാസിനെ സൈനികപരമായി ഇല്ലാതാക്കിയാൽ മാത്രമേ ഇസ്രയേലിന് സുരക്ഷ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇസ്രയേലും അതുപോലെ തന്നെ ഇസ്രയേലി പ്രൈം മിനിസ്റ്ററായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവും ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നത്. അതായത് അമേരിക്ക ഇസ്രയേലിന് സത്യാവസ്ഥ എന്താണ് എന്ന് കാണിച്ചു കൊടുത്തിട്ട് പോലും ഇസ്രയേൽ അതിന് വഴങ്ങാത്തൊരവസ്ഥയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതായത് അമേരിക്ക വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ സമാധാന പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടെയാണ് ഇപ്പോൾ ഇസ്രയേലി പ്രൈം മിനിസ്റ്ററായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു വ്ളാഡിമിർ പുടിൻ, റഷ്യയുടെ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിക്കുന്ന വാർത്തകൾ ഇപ്പോൾ ഇന്റർനാഷണൽ മീഡിയയിലെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ പുടിനുമായി നെതന്യാഹു നടത്തിയ ചർച്ചകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഇത്തരം ഒരു നീക്കം അത് അമേരിക്കയെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ വരുന്നത്. എന്നാൽ പലരും കരുതുന്ന ഒരു കാര്യമുണ്ട്. അതായത് ബെഞ്ചമിൻ നെതന്യാഹു ഈ വ്ളാഡിമിർ പുടിനുമായി ബന്ധപ്പെട്ടത് UN-ൽ ഇനി വരാൻ പോകുന്ന വോട്ടിങ്ങുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് എന്നാണ് പലരും കരുതുന്നത്. ട്രംപിന്റെ സമാധാന പദ്ധതികളുമായി ബന്ധപ്പെടുത്തി അടുത്ത ആഴ്ചയായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു വോട്ടിംഗ് അത് UN-ൽ നടക്കുന്നത്. ട്രംപിന്റെ ഈ ഒരു സമാധാന പദ്ധതിക്ക് അതിൽ റഷ്യ സപ്പോർട്ട് ചെയ്യുമോ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ളത്. UN എന്ത് തീരുമാനമെടുത്താലും ശരി, ഇപ്പോൾ ഗസയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അത് തീർച്ചയായിട്ടും ഇസ്രയേലിനെ സംബന്ധിച്ച് അവരെ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഗസയിലെ വടക്കൻ മേഖലകളിൽ ഇപ്പോൾ ഹമാസ് ചെക്ക് പോയിന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് അമേരിക്ക റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട്, സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഭാഗം വയ്ക്കുമ്പോൾ അതെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ട്, അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേൽ മുന്നോട്ട് പോകുന്നത്. അൽ ജസീറയാണ് ഇത് സംബന്ധിക്കുന്നൊരു ഡീറ്റെയിൽ റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്ത വരുന്നതും ഇസ്രയേലിൽ നിന്ന് തന്നെയാണ്. ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഇസ്രയേലിൻ്റെ താൽപ്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സേഫ് പാക്കേജ് എന്ന പേരിൽ ഗസയിൽ നിന്ന് പാലസ്തീനികളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനായിട്ടുള്ളൊരു നീക്കം അവിടെ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പാലസ്തീനിയൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നത്. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകാനായിട്ടുള്ള പ്രധാന കാരണം ഗസയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള 153 പാലസ്തീനികൾ അവർ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പോലും അറിയാതെ അവർ എത്തിച്ചേർന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. സൗത്ത് ആഫ്രിക്കയിൽ എത്തിച്ചേർന്നിട്ടുള്ള അവരുടെ രേഖകളിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ഇപ്പോൾ പാലസ്തീനിയൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് ഇത്തരം ഏജൻസികൾ, അതായത് ഇത്തരം നെറ്റ്വർക്കുകൾ, അതായത് വിദേശത്തേക്ക് കൊണ്ടുപോകാം എന്ന രീതിയിലൊക്കെ പറഞ്ഞു വരുന്ന നെറ്റ്വർക്കുകളുമായി ബന്ധപ്പെടരുത്. എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് 100% അറിവുണ്ടായിരിക്കണം. പോകുന്ന രാജ്യത്ത് ഔദ്യോഗിക അനുമതി ഉണ്ടോ എന്നുള്ള കാര്യവും 100% സ്ഥിരീകരിച്ചിരിക്കണം. അങ്ങനെ ഒരു അനുമതി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും പോകരുത് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ദക്ഷിണാഫ്രിക്കൻ സർക്കാർ ഇത് സംബന്ധിച്ചൊരു അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ തുടക്ക സമയത്ത് ദക്ഷിണാഫ്രിക്കൻ സർക്കാർ ഇവരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് കടത്തിവിടാൻ അനുവദിച്ചിട്ടില്ല. ഇതേ സൗത്ത് ആഫ്രിക്ക തന്നെയാണ് ഗസയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട്
ICCയിലേക്ക് ഓടിയത്. കുറച്ച് നാൾക്ക് മുമ്പുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. ഗസയിലെ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് ദക്ഷിണാഫ്രിക്കയാണ് ICCയിൽ പോയി പരാതിപ്പെട്ടതും എല്ലാം തന്നെ ചെയ്തത്. എന്നാൽ അതേ ഗസക്കാരെ തന്നെ, ഇത്രയും അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം കടന്നു വന്നിട്ടുള്ള അതേ ഗസക്കാരെ തന്നെ ആദ്യം തുടക്കഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ ഇവർ കയറ്റിയിട്ടില്ല. ആ ഒരു വസ്തുതയും ഇവിടെ നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ്. എന്നാൽ അതിനുശേഷം പിന്നീട് ഇവർക്കൊരു ആശ്രയം നൽകിയിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് സംബന്ധിക്കുന്ന റിപ്പോർട്ടും ഇത് സംബന്ധിക്കുന്ന വാർത്തയും ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അൽ ജസീറ തന്നെയാണ്.